നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ മനോരമയ്ക്ക് ഇത് എന്ത് പറ്റി എന്ന് ഞാനിങ്ങനെ തുടക്ക സമയത്ത് ഇങ്ങനെ ആലോചിച്ചു. മനോരമ വല്ലാതെ മാറിയിരിക്കുന്നു. മനോരമയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഒരിക്കൽ പോലും വരാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയ ഒരു സാഹചര്യമായിരുന്നു. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു 26-ാം തീയതി ആണെന്ന് തോന്നുന്നു, നമ്മുടെ വലിയ കൊട്ടി ഘോഷിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് പ്രിയങ്ക ഗാന്ധി, മറ്റൊന്ന് രാഹുൽ ഗാന്ധി, ഇത് കൂടാതെ KC വേണുഗോപാൽ, അങ്ങനെ തുടങ്ങി അനവധിയായ കാഥികന്മാരെല്ലാം കൂടെ നിരന്ന് നിന്ന് കഥാപ്രസംഗം നടത്തി ഏറ്റവും ഒടുവിൽ കല്ല് സ്ഥാപിക്കുന്നു, ശിലാന്യാസം നടത്തുക എന്ന് പറയും. പണ്ട് രാജീവ് ഗാന്ധി ഓർഡർ ഇട്ടതുപോലെ എന്തിന് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്തുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുന്ന പോലെ അവരെല്ലാവരും കൂടി നിരന്ന് നിന്ന് അവർ കുടുംബ പുരാണങ്ങളൊക്കെ പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു ശിലാന്യാസം നടത്തിയിരുന്നു. അതായത് വയനാട്ടിൽ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്കായിട്ട് വീട് വെച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ശിലാസ്ഥാപനം നടത്തി. വലിയ കാര്യമായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി വന്ന് കയറ് വലിച്ച് അനാച്ഛാദനം നടത്തിയിട്ട് പോയ ശിലാഫലകം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മനോരമയുടെ ആ റിപ്പോർട്ടിനകത്ത് ആ ശിലാഫലകം ഇരിക്കുന്നത് ഏതോ ഒരു ചെറിയ മതിലിൽ ചാരി വെച്ച നിലയിലാണ്. ഒരുപക്ഷെ അങ്ങനെ ചാരി വെച്ചത് ഒന്നാമത് വയനാടിൻ്റെ മണ്ണ് കുറച്ചുകൂടെ ഫലഭൂയിഷ്ടമായ മണ്ണാണ്. അതായത് അവിടുത്തെ കാലാവസ്ഥയാണെങ്കിലും മണ്ണാണെങ്കിലും വളരെ പ്രാധാന്യമാണ്. കാരണം അവിടെ എന്ത് നട്ടാലും നന്നായി വിളയുന്ന ഒരു മണ്ണാണ് വയനാടിൻ്റേത്. വലിയ സുന്ദരിയാണല്ലേ വയനാടെന്ന് പറയുന്നത്. അപ്പോൾ വയനാടിൻ്റെ മണ്ണിൽ ഏതും വളരെ കൃത്യമായി വളർന്നു വരും. ഇനിയിപ്പോൾ അവിടെ ഈ കല്ല് നാട്ടി വെച്ചിരിക്കുന്ന കല്ല് ഒരുപക്ഷെ വളർന്നാലോ എന്ന് കരുതിയിട്ടാവും വളർന്ന് വലിയ വടവൃക്ഷം പോലെ വളരുകയും പിന്നീട് അതൊരു എനിക്ക് തോന്നുന്നു അത് പിന്നീട് ഈ പേരൊക്കെ എഴുതി വെക്കപ്പെട്ട ഒരു വലിയ മലനിരയായി മാറുമോ എന്നുള്ളൊക്കെ ഒരു ഭയം ഒരു പക്ഷേ കോൺഗ്രസ്സുകാർക്കുള്ളത് കൊണ്ടായിരിക്കാം അത് പിഴുതൊരു വശത്ത് ചാരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ആ ഗ്രൗണ്ട് പരിശോധിച്ചാൽ ആ ഗ്രൗണ്ട് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ആ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ വരാനും അവിടെ ഈ വന്ന് കഥാപ്രസംഗം നടത്താനും വേണ്ടി വേദി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. നിരവധി ആളുകൾ അവിടേക്ക് വരികയുണ്ടായി. അതായത് കോൺഗ്രസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, CPM മാത്രമാണല്ലോ ദൂരെ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നത്, കോൺഗ്രസ്സുകാർ അങ്ങനെ കൊണ്ടുവരാറില്ല കേട്ടോ. അപ്പം അവർ പണ്ട് 250 രൂപയും ബിരിയാണിയൊക്കെ കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റാലിയൊക്കെ സംഘടിപ്പിച്ചവരാണെന്നുള്ള വസ്തുത തൽക്കാലം നമുക്ക് മറക്കാം. അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ അവിടേക്ക് വരികയും ഒക്കെ ചെയ്തു. അവരൊക്കെ കുടിച്ച കുപ്പിയുടെ ഒഴിഞ്ഞ കാലിക്കുപ്പികൾ അവിടെ കിടപ്പുണ്ട്. അവിടെ അപ്പോൾ അവർ ആഹാരം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ട്. നിങ്ങളൊക്കെ ഇതൊക്കെ നടത്തിയിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ. പോകുന്നതിന് മുമ്പ് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ, ഒരു പണിയില്ലാതിരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും, അവരോടെങ്കിലും അറ്റ്ലീസ്റ്റ് പറയുക, അതായത് ഈ കുപ്പിയൊക്കെ ഒന്ന് പെറുക്കി കളഞ്ഞേക്കും, നിങ്ങൾക്ക് ആളൊന്ന് 500 രൂപ വെച്ച് ഞങ്ങൾ തരാം. കാര്യം ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ മുക്കി വെച്ചേക്കുന്ന കുറച്ച് കാശിരിപ്പുണ്ട്. ഈ ഫണ്ട് വയനാട് പുനരധിവാസം എന്നും പറഞ്ഞിട്ട് കുറച്ച് കോടിക്കണക്കിന് രൂപ നമുക്ക് വന്നിട്ടുണ്ട്, ആ ഫണ്ടിൽ നിന്നൊക്കെ എടുത്ത് നമുക്ക് ചെലവഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും അവരെ കൊണ്ട് ആ കുപ്പി എങ്കിലും പെറുക്കി മാറ്റിക്കേണ്ടതായിരുന്നു. നാണമില്ലേ? ഇത്തരം ശോചനീയമായ അവസ്ഥകളാണ് വയനാട്ടിൽ നിന്ന് ആ കുന്നമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മനോരമയുടെ ഒരു റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ആ ജനങ്ങളോട് കഷ്ടം തോന്നിപ്പോയി. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്തിനാണ് ഈ നാടകം കളിച്ചത് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വന്നിരിക്കാൻ, മന്ത്രിമാരായി അമർന്നിരുന്ന് ഭരിക്കാൻ വേണ്ടി ഈ നാട്ടുകാരുടെ മുമ്പിൽ നാടകം കളിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് സംശയലേശമന്യേ നമുക്ക് പറയാൻ സാധിക്കും. സംശയമൊട്ടുമില്ലാതെ പറയാൻ സാധിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണ്? ഇവരെ ഇത്രയും പേരെ പറ്റിച്ചു. ആ വയനാട്ടിലുള്ള പാവപ്പെട്ട സാധാരണക്കാരെ കണ്ണിൽ നോക്കി പറ്റിക്കുക. ഈ കണ്ണിൽ നോക്കി പറ്റിക്കുന്നത് തന്ത്രം പഠിച്ചവരൊക്കെ പറ്റും, അല്ലാതെ സാധാരണ ഒരാളെയും അങ്ങനെ കണ്ണിൽ നോക്കി പറ്റിക്കാൻ കഴിയില്ല. അത്രത്തോളം കുശാഗ്ര ബുദ്ധിക്കാർക്ക് മാത്രമേ കണ്ണിൽ നോക്കി പറ്റിക്കാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ കണ്ണിൽ നോക്കി പറ്റിച്ചവരാണ് കോൺഗ്രസ്സുകാർ. അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ മനോരമയുടെ ആ റിപ്പോർട്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടി വരും. അത് സംപ്രേഷണം ചെയ്യാൻ തയ്യാറായ മനോരമയുടെ ആ വലിയ മനസ്സിനെയും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ വരുന്നു. ഇനിയിപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇനി എന്തൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറ്റിച്ചത് എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം. വെറുതെ അങ്ങ് ഇത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറ്റിക്കൽ പരിപാടി, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ഇനി അതിനു മുൻപ് നമുക്കറിയാം 2024 ജൂലൈ മാസത്തിലാണ് നമുക്ക് അവിടെ ഇങ്ങനെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം നമുക്ക് അവിടെ സംഭവിക്കുന്നത്. അതിനെ തുടർന്ന് ഓഗസ്റ്റ് മാസം 2-ാം തീയതി ആദ്യമായി വീട് പ്രഖ്യാപിച്ചാരെന്നറിയോ? ആ ആളിൻ്റെ പേരാണ് വയനാട് MP ആയിരിക്കുന്ന രാഹുൽ ഗാന്ധി. എത്ര വീടാണ് പ്രഖ്യാപിച്ചതെന്നറിയോ?
100 വീടുകളാണ് അന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. എന്നാണെന്ന് ആലോചിച്ച് നോക്കൂ. 2024 ഓഗസ്റ്റ് മാസം 2-ാം തീയതി. ദുരന്തം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് ആലോചിച്ച് നോക്കൂ. തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് മാസം 3-ാം തീയതി വീണ്ടും അടുത്ത പ്രഖ്യാപനം വരുന്നു. ഇത്തവണ പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി ആയിരുന്നില്ല, മറിച്ച് KPCC ആയിരുന്നു, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. 2024 ജൂലൈ മാസത്തിൽ ആ ദുരന്തം കഴിഞ്ഞ് ഒരു മാസം പോലും ആയാലും ഏതാനും ദിവസങ്ങൾക്കകം രാഹുൽ ഗാന്ധിയും നമ്മുടെ KPCCയും 200 വീടുകളാണ് 2 ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചത്. 200 വീട്, ചെറുതൊന്നുമല്ല. അത് കഴിഞ്ഞപ്പോൾ അതേ ദിവസം തന്നെ അടുത്ത പ്രഖ്യാപനം വരുന്നു. ആ പ്രഖ്യാപനം നടത്തിയത് മറ്റാരുമായിരുന്നില്ല, യൂത്ത് കോൺഗ്രസ് ആയിരുന്നു. ആ യൂത്ത് കോൺഗ്രസ് ഉടനെ 30 വീടുകൾ എന്ന പ്രഖ്യാപനം നടത്തി. 30 വീട്. ഇനി 30 വീടിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 30 വീട് എന്ന് പറയുമ്പോൾ ഒരു വീടിന് 20 ലക്ഷം രൂപ വെച്ച് ചിലവാണെങ്കിൽ ഒരു 30 വീട് വെക്കാൻ എത്ര കോടി രൂപ ചിലവാകുമെന്ന് ചിന്തിക്കാനും മാത്രം സാമാന്യ ബുദ്ധിയുള്ളവരാണ് മലയാളികൾ. മിനിമം ഒരു 30 വീടിനൊരു 6 കോടി രൂപയെങ്കിലും മിനിമം നമുക്ക് വേണ്ടി വരും, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അതിന് പകരം ഇന്ന് യൂത്തന്മാരുടെ കയ്യിലുള്ളത് 1,05 ലക്ഷം രൂപ മാത്രം. ഈ 1,05 ലക്ഷം രൂപ കൊണ്ട് അവർക്ക് എത്ര വീട് വെക്കും? 20 ലക്ഷം രൂപ നമുക്കൊരു വീടിന് ചിലവാകുമെങ്കിൽ ഒരു 5 വീട് കഷ്ടി വെക്കാനുള്ള പൈസ മാത്രമേ നമ്മുടെ യൂത്തന്മാരുടെ കയ്യിൽ ഇപ്പോഴുള്ളൂ. അവർ അവകാശപ്പെടുന്ന കാശ് ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് എങ്കിൽ പലരും പെണ്ണ് പിടിക്കാൻ വേണ്ടിയിട്ടോ പെണ്ണ് പിടിച്ച കേസുകൾ മുക്കാൻ വേണ്ടിയിട്ടോ ആ പണം ചിലവാക്കിയിട്ടില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5 വീടൊക്കെ വെച്ച് കൊടുക്കാനുള്ള പണം മാത്രമേ ഉള്ളൂ. DYFIയോട് മത്സരിച്ചാണ്. DYFIയോടെ കിടക്കുന്നു, യൂത്ത് കോൺഗ്രസിലൂടെ കിടക്കുന്നു. അത് വേറൊരു കാര്യം. അത് കഴിഞ്ഞ് 2024 ഡിസംബർ മാസത്തിൽ അടുത്ത വീടുകൾ പ്രഖ്യാപിക്കുന്നു. അതായത് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് സുധാകരൻ, നമുക്കറിയാം സുധാകരനെ അന്ന് പടിയിറക്കി പിണ്ണം വെച്ചിട്ടില്ല. ആ സമയത്ത് സുധാകരൻ അന്ന് KPCC അധ്യക്ഷനാണ്. ആ KPCC അധ്യക്ഷൻ പ്രഖ്യാപിച്ച എന്താണെന്നറിയാവോ? അതായത് ഡിസംബർ മാസം 1-ാം തീയതി. അപ്പം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസം ആകുമ്പോൾ 5-ാമത്തെ മാസം പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ നിർമ്മാണം ഉടൻ ആരംഭിക്കും എന്ന് ഡിസംബർ മാസത്തിൽ നമ്മുടെ ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതായത് സുധാകരൻ പ്രഖ്യാപിക്കുന്നു. പിന്നീട് അടുത്ത ഇവരുടെ പ്രഖ്യാപനം വരുന്നത് സതീശൻ്റെ ഭാഗത്ത് നിന്നാണ്. അതായത് 2025 മാർച്ച് മാസം 27-ാം തീയതി VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്നും ഒരു വാക്ക് വീഴുന്നു. ആ വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാന സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതി വരുന്നതോടൊപ്പം കോൺഗ്രസിൻ്റെ വീടും ഉയരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2025 ഏകദേശം ഒരു വർഷത്തിന് മുൻപ്, കണക്കുകളെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു വർഷത്തിന് മുമ്പാണ് സർക്കാരിന് ടൗൺഷിപ്പിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ വീടുകളും ഉയരും എന്ന് പ്രഖ്യാപിച്ചത്. പിന്നീട് അതിനുശേഷം നമ്മൾ അങ്ങോട്ട് നോക്കി 2025 ജൂലൈ മാസം, ദുരന്തം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമായി, ജൂലൈ മാസം ഒരു വർഷത്തിലേക്ക് എത്തുന്നു. 2-ാം തീയതി, ജൂലൈ മാസം 2-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. അതായത് ആ മാസം 2025 ജൂലൈ മാസം 30-ന് രാഹുൽ ഗാന്ധി വീടുകളുടെ തറക്കല്ലിടിയിൽ നിർവഹിക്കും എന്നായിരുന്നു ആ പ്രഖ്യാപനം. ഈ കോൺഗ്രസ്സുകാർ പറ്റിച്ചതിൻ്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു വരികയാണ്. അപ്പോൾ 2025 ജൂലൈ മാസം 2-ാം തീയതി പ്രഖ്യാപിച്ചത്, ജൂലൈ മാസം 30-ാം തീയതി രാഹുൽ ഗാന്ധി വന്ന് തറക്കല്ലിടും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് ആ ഡേറ്റ് കഴിഞ്ഞു പോയി. പിന്നീട് 2025 ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തുന്നു. ഒക്ടോബർ മാസം 16-ാം തീയതി മറ്റൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. OJ ജനീഷ്, അപ്പോഴേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആള് പെണ്ണ് കേസിൽപ്പെട്ടു, പുറത്തേക്ക് പോകുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു. പിന്നീട് പകരം വന്ന സമരഭൂമിയിലെ പുതിയ ഭടനായിരുന്നു ആര്? നമ്മുടെ OJ ജനീഷ് അടുത്ത ഒരു ഡയലോഗ് ഇട്ടുന്നു. അത് VD സതീശനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡയലോഗാണ്. സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിൻ്റെ വിതരണം നടക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ 30 വീടുകൾ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നു. പിന്നീട് വീണ്ടും ഡിസംബർ മാസത്തിലേക്ക് എത്തുന്നു. ഡിസംബർ 10, 2025 ഡിസംബർ മാസം 10, അന്ന് T സിദ്ദിഖ് എന്ന് പറയുന്ന കൽപ്പറ്റ MLA ഒരു പ്രഖ്യാപനം വരുന്നു. എന്താണ്? കോൺഗ്രസിൻ്റെ സ്ഥാപിത ദിനമായ ഡിസംബർ മാസം 28-ാം തീയതി വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ, അല്ലെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് 28-ന് തന്നെ വീട് നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ വർഷം 2025 ഡിസംബർ മാസം 10-ാം തീയതി T സിദ്ദിഖ് എന്ന് പറയുന്ന MLA ഒരു വലിയ പ്രഖ്യാപനം.
അതിനുശേഷം വീണ്ടും കഴിയുന്നു 28 എന്ന് പറയുന്ന ഡേറ്റ് നമ്മുടെ മുന്നിൽ നിന്ന് പോകുന്നു. കോൺഗ്രസിനോട് അല്പം പോലും സ്നേഹമില്ലാത്തവരാണോ ഈ കോൺഗ്രസ്സുകാർ? കാര്യം ആ സ്ഥാപക ദിനത്തിൻ്റെ അന്ന് ഇവിടെ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നടത്തിയില്ല എന്നുള്ള ചോദ്യമൊക്കെ വന്നപ്പോൾ വീണ്ടും അതേ വർഷം ഡിസംബർ മാസം 30-ാം തീയതി വീണ്ടും ടി സിദ്ദീഖിൻ്റെ വക വീണ്ടും അടുത്ത പ്രഖ്യാപനമുണ്ടാകുന്നു. കോൺഗ്രസ് വീട് നിർമ്മാണത്തിൽ ജനുവരി 10-നകം വ്യക്തത വരുത്തും. കോൺഗ്രസിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനുവരി മാസം 10-നകത്ത് ഞങ്ങൾ ഒരു വ്യക്തത വരുത്തും എന്നാണ് പറഞ്ഞത്. പിന്നെന്താണ് കോൺഗ്രസിൻ്റെ വീട് നിർമ്മാണത്തിന് കട്ട് ഓഫ് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രഖ്യാപനം. എന്ന് വെച്ചാൽ ഇന്ന് നിർമ്മിക്കുമെന്നോ എന്ന് നിർമ്മിച്ച് തരാൻ പറ്റും എന്നുള്ള കാര്യവും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല എന്ന് ജനുവരി മാസം 2026 ജനുവരി മാസം 5-ാം തീയതി KPCCയുടെ പുതിയ അധ്യക്ഷനായ സണ്ണി ജോസഫ് പ്രഖ്യാപിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, എത്ര ഡേറ്റുകൾ മാറി മറിഞ്ഞു വന്നു. ഇതിനിടയിൽ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ, അതായത് ഈ മാർച്ച് മാസത്തോടുകൂടി തുടക്കത്തിൽ തന്നെ സർക്കാർ ടൗൺഷിപ്പ് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഇതാണ് സർക്കാർ ചെയ്ത കാര്യം. ടൗൺഷിപ്പിലെ 178 വീടുകൾ വിതരണം ചെയ്തു. ആ 178 വീടുകൾക്കൊപ്പം ആദ്യ ഘട്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം അവിടെ പുരോഗമിക്കുന്നു. നിരവധി ആളുകൾ ടൗൺഷിപ്പ് കാണാൻ വേണ്ടി എത്തുന്നു. ഒരു ചരിത്ര വിസ്മയമായി അത് മാറുകയാണ്. അപ്പോൾ അവിടേക്ക് 178 TV-കളുമായി DYFI എന്ന് പറയുന്ന സംഘടനയും വേദിയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു TV കൊടുക്കാൻ വേണ്ടിയിട്ട്. TV വളരെ അത്യന്താപേക്ഷിതമായൊരു സാധനമാണല്ലോ ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ. അത് കൊടുക്കാൻ DYFI തയ്യാറാവുന്നു. അപ്പോൾ അവരും എത്തി. അപ്പോഴും ഈ പറയുന്ന നാടകം കളി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാടകം കളി എവിടെയാണ്? ഈ പറയുന്ന അവിടെ ടൗൺഷിപ്പ് എവിടെ വീട് നിർമ്മിക്കാൻ വേണ്ടി കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത്. അതിനിടയിൽ സർക്കാരിനെതിരായി എത്ര കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. VD സതീശനടക്കം സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തില്ല, സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകിയില്ല, സർക്കാർ തന്നെ പണം കൊടുത്ത് മേടിച്ച പ്രോപ്പർട്ടിയാണ്. വീട് വെക്കാൻ താല്പര്യമുള്ളവർ സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിനോട് ആവശ്യപ്പെടുക ഞങ്ങൾക്ക് കൂടി ഭൂമി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു തുക സർക്കാരിലേക്ക് നൽകുക, കത്ത് നൽകണം. അങ്ങനെ കത്ത് നൽകിയിട്ട് സർക്കാർ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിന്ന് കള്ളത്തരം പറയാൻ ശ്രമിച്ച ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. അപ്പോഴും K. രാജൻ എന്ന് പറയുന്ന നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഇച്ഛാശക്തിയുടെ അങ്ങേയറ്റത്തൊരു വാക്കുണ്ട്. അവസാനത്തെ ആളിന് വരെ ഈ വീട് നൽകാതെ ഞങ്ങൾ ചുരമിറങ്ങില്ല എന്ന K. രാജൻ്റെ ഒരു ശക്തമായ ഒരു വാക്കുണ്ട്. ആ വാക്കൊക്കെ നമ്മൾ കേട്ടതാണ്. ആ സമയത്താണ് K. രാജൻ പറഞ്ഞത് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ വീട് പിന്നെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. അത് വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് ഈ കല്ല് കല്ലായി തന്നെ കിടക്കുമെന്നും ഒന്നുകിൽ ഈ കല്ല് പിഴുതു മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ട് ഈ പറയുന്ന പോലെ ഏതെങ്കിലും മതിലിച്ചാരി വെക്കുമെന്നും അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീടിൻ്റെ പട്ടിക്കൂടിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കുമെന്നുള്ള വിവരം CPM-കാർക്ക് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തുകാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് K. രാജൻ പ്രസംഗത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് ഞങ്ങൾ കല്ലിട്ട് മടങ്ങുന്നവരല്ല, കല്ലിന് മുകളിൽ കല്ല് വെച്ച് അതിന് മുകളിൽ കല്ല് വെച്ച് വീട് പണിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്ന് ഇടതുപക്ഷത്തിൻ്റെ റവന്യൂ മന്ത്രി ശക്തമായ വാക്കുകളോടുകൂടി പറഞ്ഞത്. അന്ന് പറഞ്ഞതെല്ലാം രാഷ്ട്രീയമാണെന്നും ഇത് രാഷ്ട്രീയമായിരുന്നില്ല എന്നും അതുതന്നെയാണ് യാഥാർത്ഥ്യമെന്നും നമ്മൾ കാലം തെളിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.